നന്ദു എത്തിയല്ലോ. എന്താ വൈകുന്നെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കേട്ടോ, സംഭവമൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഹായ്, ഹാപ്പി ബർത്ത്ഡേ സോണിമോൻ. താങ്ക് യു അങ്കിൾ. മോളെ നടക്കില്ലേ? അല്ലെങ്കിൽ മറന്നു പോളിയാ. ഞാൻ വായിക്കാം, മോളിരി. ഇനിയിപ്പോ രാത്രി പോണോ നന്ദു? അയ്യോ, പോണം. നമുക്ക് ഇവിടെ കൂടെ കാണാം നന്ദു. അത് പറ്റില്ല. കല്യാണത്തിന് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. അവിടെ ആൾക്കാരൊക്കെ എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് കുറെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ളതാണ്. എന്നാ ചെല്ലേ, കൂടുതൽ വൈകിക്കണ്ട. നീ വരുന്നില്ലേ? അയ്യോ, നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വയറ് നിറച്ചു എല്ലാം കഴിച്ചിട്ടേ വരുന്നുള്ളൂ. അല്ലേ കേട്ടാ? ഇങ്ങനൊരു സാധനം. അപ്പൊ ശരി, എല്ലാവരോടും സീതയോട് മാത്രമായിട്ട് യാത്ര വയ്ക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ. ശരി. നന്ദു ലൈറ്റ് ഓൺ ചെയ്യും. ശരി.
മോളെ. സീത, സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കയില്ലേ നിവൃത്തിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ അത് നമ്മൾ പുറത്ത് ഭാവിച്ചുകൊണ്ടിരുന്നാൽ സീതയുടെ മുന്നിലെങ്കിലും നമ്മൾ പ്രസന്റ് ആയിട്ട് പെരുമാറും. എങ്കിലേ അവളെ ഈ ഷോക്കിൽ നിന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ബട്ട് മോളെ, നിർമ്മല എവിടെ? മുറിയിലുണ്ട്. അല്ലെങ്കിലേ നിനക്ക് സുഖമില്ലാത്തത്. പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ സൂക്ഷിക്കണേ കുഞ്ഞെ. ആദ്യം പിടിച്ച് തൂക്കേടൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിറ്റുന്നേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലുമില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുക. എനിക്കതാണ് പേടി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായിരുന്നു. താലി കെട്ടിയതിന് ശേഷമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ? അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കലാണ് നായരെ. അച്ഛാ, ആ ഒന്നിങ്ങോട്ട് വരും. അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ? ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞതിന് എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കും വെച്ച് താമസിക്കും, പെണ്ണിനെ ഇറക്കി വിടണം. അതാ ബുദ്ധി. അച്ഛാ പ്ലീസ്. ആ എനിക്കെന്നാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ടാ. അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നുകൂടി വിട്ടുനിന്നാലോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് സീതയ്ക്ക് നല്ലത്. ഷീ നീഡ്സ് എ ചേഞ്ച്. സേതുവേട്ടൻ അങ്ങനെ പറയാം. സീതയുടെയും കൂടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയും. എന്നെ വിശ്വസിക്കും. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ബഹളവും ഒക്കെ ഇവിടെ ആവുമ്പോൾ അവളുടെ മനസ്സിന് ടെൻഷൻ ഒന്ന് അയഞ്ഞു കിട്ടും. അവൾക്കും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവളും പോണമെന്ന് പറയുന്നത്. എന്താ മോളെ? ഞാൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോട്ടെ. ഈ
നിലയില് നീ ഇപ്പൊ പോണോ മോളെ? ഞാൻ പോവുകയല്ലേ അച്ഛൻ നല്ലത്. ആ, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ പിന്നെ പാവം സീത ഒറ്റയ്ക്കിരുന്ന് കരയായിരിക്കും ഇപ്പോ. എനിക്കിപ്പോ അതല്ല പേടി. നീ എപ്പോഴും ഇതന്നെ ആലോചിച്ചിരുന്ന് വല്ലതും വരുത്തി വെക്കുമെന്ന. അവളെ കുറിച്ച് ആലോചിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? എനിക്കെന്തോ അവളെ കാണാതിരുന്നിട്ട് മനസ്സിനൊരു സമാധാനമില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ ഉടനെ ഒരു ദിവസം ഹോസ്റ്റലിൽ പോയി സീതയെ കാണാം. പോരെ? സോണിമോളെ, ആന്റിക്ക് ഉമ്മ തന്നെ. സീത, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഒന്നും കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. എന്നെപ്പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണിയായിട്ട് കേട്ടോ. ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം. ആ, അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇത് കേൾക്കുമ്പോ എനിക്കൊരു മാതിരി. ഒരു ഈവനിങ് ഞങ്ങളോട് ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ. അല്ലേ സേതുവേട്ടാ? അതെ. കമോൺ സീത. ഹരിയാണ് വിളിക്കുന്നത്. സീതേ, പോയി നല്ല കുട്ടിയായിട്ടുണ്ട്. വാ സീതേ. വാ ആന്റി.